നമസ്തേ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മുടെ 90 ദിവസത്തെ ഹാപ്പിനെസ് ചലഞ്ചിലെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഭാതത്തെ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. രാവിലത്തെ ആദ്യത്തെ 5 മിനിറ്റ് മനസ്സിന് ശരിയായ ദിശ നൽകിയാൽ ദിവസം തന്നെ മാറാൻ തുടങ്ങും എന്ന ഇന്നലത്തെ നമ്മുടെ പ്രാക്ടീസും ഇന്ന് നമ്മൾ അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യുകയുമുണ്ടായി. നിങ്ങൾ എൻ്റെ കൂടെയുള്ള യാത്ര തുടങ്ങിയതിന് ശേഷം എല്ലാവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്ക് നിദാനമായത് അതിരാവിലെയുള്ള തുടക്കമാണ് എന്ന് പറയാതെ ഇരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം അത് തന്നെ, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെയുള്ള പ്രഭാതത്തിലുള്ള സാധനാകർമ്മങ്ങളിൽ പെട്ട് അതുപോലെ ആയിരിക്കുന്നു നമ്മുടെ ഓരോ ദിവസത്തെയും സംസാരം. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഇത്രയും സമയബന്ധിതമായി നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച്. അനാവശ്യ ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം? ഇതെല്ലാവരും പല സമയത്തും പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുള്ള കാര്യമാണെന്നറിയാം. ഒന്ന് സത്യമായി പറയുക, ചിലപ്പോൾ യാതൊരു കാരണമില്ലാതെ മനസ്സിലേക്ക് വിചിത്രമായ ചിന്തകൾ വരാറില്ലേ? എനിക്ക് എന്തെങ്കിലും മോശം സംഭവിക്കുമോ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, എല്ലാവരും എന്നെ വിട്ടുപോകുമോ എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിപ്പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചിന്തകളുടെ കൂമ്പാരങ്ങൾ നമ്മളെ അലട്ടാറില്ലേ? ചില ചിന്തകൾ വരുമ്പോൾ നാം പേടിച്ചു പോകാറുണ്ട്. ചില ചിന്തകൾ നമ്മെ കുറ്റബോധത്തിലാക്കാറുമുണ്ട്. ചില ചിന്തകൾ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുത്താറുമുണ്ട്. ചില ചിന്തകൾ പഴയ മുറിവുകൾ വീണ്ടും തുറക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? എനിക്കെന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തകൾ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഇങ്ങനെ അനാവശ്യ ചിന്തകൾ നിങ്ങൾക്ക് വരാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. എനിക്ക് അനാവശ്യ ചിന്തകൾ വരാറുണ്ടായിരുന്നു എന്ന്. ഉണ്ട് എന്ന് വേണ്ട, ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന്. കാരണം നിങ്ങൾ എൻ്റെ കൂടെയുള്ള യാത്രയിൽ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് അനാവശ്യ ചിന്തകൾ വരാറുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്തോളൂ. പെട്ടെന്നായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ കാര്യങ്ങളെ സമ്മതിക്കുക, അതിനുശേഷം അതിനെ മാറ്റുക എന്നുള്ളതാണ്. എഴുതുമ്പോൾ നിങ്ങൾ ആരും ലജ്ജിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം മനുഷ്യന്റെ മനസ്സ് ചിലപ്പോൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. നേരത്തെ ഞാൻ മൂൺ മെഡിറ്റേഷൻ പറഞ്ഞ അതുപോലെ ഇതിങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന ഘടകമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട തത്വം അവിടെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എഴുതുക, ഇപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. കാരണം ബാക്കി ഞാൻ കാര്യങ്ങൾ പറയാറുണ്ട്. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട്, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അനാവശ്യ ചിന്തകൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് സമ്മതിക്കുക. ഞാൻ എന്തിനാ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഇതൊരു ലജ്ജാവഹമായ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ആദ്യം നിങ്ങൾ ഏതാണോ നിങ്ങളുടെ അവസ്ഥ അതിന് സമ്മതിക്കുക. അപ്പോൾ മാത്രമാണ് അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുക എന്നുള്ളതുകൊണ്ട്. നോക്കൂ, മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ് അവൻ ചിലപ്പോഴിങ്ങനെ പ്രവർത്തിക്കുന്നു. പക്ഷേ പ്രശ്നം അവിടെയല്ല, ചിന്തകൾ വരുന്നതല്ല പ്രശ്നം. പിന്നെയോ അവിടെയാണ് പ്രിയപ്പെട്ടവർ ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്സിൽ ജൂനിയർ മൈൻഡ് സെറ്റിൽ, മാസ്റ്റർ മൈൻഡ് സെറ്റിൽ പഠിപ്പിക്കുന്ന ഒരു കൃത്യമായ കണക്കുണ്ട്. ഓരോ മനുഷ്യന്റെയും ചിന്തകൾ എന്ന് പറയുന്നത് 60,000 മുതൽ 70,000 ചിന്തകൾ മാത്രമേ ഒരു മനുഷ്യന് സാധാരണ ഒരു ദിവസം വരികയുള്ളൂ എന്നുള്ളത്. അപ്പൊ പിന്നെ ഈ അമിത ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു? അവിടെ ചിന്തകളുടെ എണ്ണമല്ല കൂടുന്നത്, ആ ചിന്തയെ നാം ഉടനെ സത്യമെന്ന് വിശ്വസിക്കുന്നതിലാണ് വിഷയം കിടക്കുന്നത്. ചിന്തകൾ വന്നാലും പോയാലും നമുക്ക് എന്താണ് വിഷയം? നമുക്കൊരു വിഷയമില്ല. നമ്മുടെ വിഷയം ആ ചിന്തകളെ നാം ഉടനെ സത്യമെന്ന് വിശ്വസിക്കുമ്പോഴാണ് വിഷയം. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമോ? അയ്യോ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമോ? ചിന്ത വിഷയമല്ല. അപ്പൊ നമ്മുടെ മനസ്സ് പറയും, ആയിരിക്കുമോ, അങ്ങനെ സംഭവിക്കുമോ? അവിടെയാണ് വിഷയം കിടക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്.
മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും സത്യമല്ല എന്നറിയുക. എന്താണ്? മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും സത്യമല്ല. ഒരു ചിന്ത മനസ്സിൽ വന്നു എന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് അർത്ഥമേയില്ല. ആ ചിന്ത ഭാവിയെക്കുറിച്ചുള്ളതാവാം എന്നും അർത്ഥമില്ല. ആ ചിന്ത ദൈവത്തിന്റെ മുന്നറിയിപ്പാണ് എന്നും അർത്ഥമില്ല. പലപ്പോഴും അത് നിങ്ങളുടെ പഴയ ഭയത്തിൽ നിന്നും, അനുഭവത്തിൽ നിന്നും, ക്ഷീണത്തിൽ നിന്നും, സമ്മർദ്ദത്തിൽ നിന്നും, ഉറക്കക്കുറവിൽ നിന്നും, അല്ലെങ്കിൽ മനസ്സുണ്ടാക്കി വെച്ച കഥകൾ മാത്രമായിരിക്കുമെന്ന് അത് മനസ്സിലാക്കിയാൽ നമുക്ക് മാറ്റം തുടങ്ങാം. നോക്കൂ, ഒന്നുകൂടി പറയാം. ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു എന്നത് കൊണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ കോടീശ്വരന്മാരും കോടീശ്വരികളുമാണെന്ന് മനസ്സിൽ ചിന്തിക്കുന്നു. അത് യാഥാർത്ഥ്യമാകുന്നുണ്ടോ? ഇല്ലല്ലേ. അങ്ങനെയാണെങ്കിൽ എന്നേ ആവണ്ടല്ലേ. പക്ഷേ ഞാൻ ദരിദ്രനായി പോകുമല്ലോ എന്ന് ചിന്തിക്കും. നിങ്ങൾ ഭയപ്പെടുന്നു. എന്തിന്? എന്നാൽ എന്തുകൊണ്ട് ഞാൻ കോടീശ്വരൻ കോടീശ്വരിയായി എന്ന് പറഞ്ഞ ചിന്തയെ നിങ്ങൾ യാഥാർത്ഥ്യത്തോടെ സ്വീകരിക്കുന്നില്ല? അപ്പോൾ മനസ്സിന് പ്രത്യേകതയുണ്ട്. നമുക്ക് നെഗറ്റീവായതിൽ പെട്ടെന്ന് നമ്മൾ സ്വീകരിച്ചു കളയും, പോസിറ്റീവായതിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് മാറ്റത്തിന്റെ തുടക്കം. അപ്പൊ ഈ ചിന്ത നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ചിന്തകളാണ്, ഇത് യാഥാർത്ഥ്യമല്ല. മനസ്സിലായോ? എങ്കിൽ എല്ലാവരും എഴുതിക്കോളൂ, എല്ലാ ചിന്തകളും സത്യമല്ല എന്ന് എഴുതിക്കോളൂ. എല്ലാ ചിന്തകളും സത്യമല്ല എന്ന് പെട്ടെന്ന് എഴുതിക്കോളൂ. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെക്കുക. കാരണം 90 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മാറ്റം എന്താണ് സംഭവിച്ചത് നമുക്കറിയണമെങ്കിൽ ഇതിലൂടെ കടന്നു പോകണം. ഈ വഴി വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, പ്രധാനമാണ്. കാരണം പലരും ചിന്തകളുടെ അടിമയാകുന്നത് അവയെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നതിലാണ് എന്ന്. അതാണ് നമ്മൾ ആദ്യം നമ്മുടെ യാത്രയിലെ തുടക്കം നമ്മൾ വെക്കുന്നത്. ട്യൂൺ യുവർ മൈൻഡ്. ആദ്യം മനസ്സിനെ ട്യൂൺ ചെയ്യുക. എന്നിട്ടോ മാസ്റ്റർ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ മാസ്റ്റർ ആക്കുക. ഇതാണ് നമ്മുടെ ക്ലാസിന്റെ അടിസ്ഥാന തത്വം. അപ്പൊ വീഡിയോ കാണുന്നവര് മനസ്സിലാക്കാനും വീഡിയോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് ട്യൂൺ യുവർ മൈൻഡ് എന്നുള്ളതാണ്. നോക്കൂ, ഒരു ഉദാഹരണമായി പറയാം. നിങ്ങളുടെ ശരീരത്തിൽ ചെറിയൊരു വേദന തോന്നി എന്ന് കരുതുക. എന്താണ് യാഥാർത്ഥ്യം? ചെറിയൊരു വേദന. പക്ഷെ മനസ്സുടനെ പറയും, അയ്യോ, ഇത് വലിയൊരു രോഗമായി പോകുമോ? ക്യാൻസർ ആയിരിക്കുമോ? അതുമായി ബന്ധപ്പെട്ട 10 ചിന്തകൾ വരാൻ തുടങ്ങും. നമ്മൾ ഇന്റർനെറ്റിൽ തിരയാൻ തുടങ്ങും. പേടി കൂടും, ഉറക്കം പോകും, ശരീരം കൂടുതൽ മുറുകും. അവസാനം ചെറിയൊരു വേദന വലിയൊരു ഭയമായി മാറുന്നു. ഇല്ലേ? സംഭവിക്കുന്ന കാര്യമല്ലേ ഈ പറഞ്ഞത്? അതിനേക്കാളും എളുപ്പമുള്ളൊരു കാര്യം കൂടി പറയാം. ആരെങ്കിലും നിങ്ങളോട് കുറച്ചു നേരം മിണ്ടാതിരുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് ഒരാൾ ഫോൺ എടുത്തില്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾ ഫോൺ എടുത്തില്ല എന്ന് കരുതുക. എന്താണ് സംഭവിക്കുന്നത്? പിന്നെ മനസ്സ് പറയും, അയാൾക്ക് എന്നോട് ഇഷ്ടമില്ല, എന്നെ ഇപ്പൊ അവർക്ക് വേണ്ട, ഞാൻ ഒറ്റക്കായിരിക്കുന്നു. പിന്നെ ഇങ്ങനെ കഥകളങ്ങ് മെനയും. കഥകൾ മെനയുമ്പോൾ നമ്മൾ പറയും, ഇത് തന്നെ യാഥാർത്ഥ്യം, അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വേദന സൃഷ്ടിക്കുന്നത് എപ്പോഴും സംഭവങ്ങളല്ല, സംഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അയാൾ ചിലപ്പോൾ ഫോൺ എടുക്കാതിരുന്ന് ചിലപ്പോൾ തിരക്കായിട്ടുണ്ടാവും, ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ പെട്ടിട്ടുണ്ടാവാം. പക്ഷേ മെനഞ്ഞിരിക്കുന്ന കഥകൾ അതിഗംഭീരമായിരിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. നമ്മൾ എന്തു ചിന്തിക്കുന്നുവോ ആ ചിന്തയ്ക്കൊരു പേരങ്ങ് നൽകാൻ പഠിക്കണം. എന്താണ് ചിന്തയ്ക്ക് പേര് നൽകുക എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായ ഒരു പ്രക്രിയയാണത്. വളരെ ശരിയായി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ അനാവശ്യ ചിന്തകളുടെ ശക്തിയെ കുറക്കാൻ പറ്റും. ഒരു ചിന്ത വന്നാൽ നിങ്ങൾ ഉടനെ പോയി ആ ചിന്തയിലേക്ക് വീഴരുത്. അതിനെ പിടിച്ച് കഥയുണ്ടാക്കരുത്. അതിനോട് വഴക്ക് കൂടരുത്. പകരം ഒരു പടി പിന്നിലേക്ക് മാറി ആ ചിന്തയ്ക്കൊരു പേര് നൽകുക. ഒരാൾ നിങ്ങളെ വിളിച്ചു, ഫോൺ എടുത്തില്ല. അനാവശ്യ ചിന്തകൾ കയറി വരുമ്പോൾ പറയുക,
വേണ്ട, ഇതൊരു ആശങ്കപ്പെടുന്ന ചിന്തയാണ്, ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ്. അല്ലെങ്കിൽ എന്തെങ്കിനെ പറ്റി നിങ്ങൾക്കൊരു ഭയമുണ്ടായി, ഭയചിന്തയുണ്ടായെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയുക, ഇതൊരു ഭയചിന്ത മാത്രമാണ്. നിങ്ങൾ ആശങ്കപ്പെടുത്തുന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ പേര് നൽകുക, ഇതൊരു ആശങ്ക ചിന്തയാണ്, ഇതൊരു പഴയ ഓർമ്മയിൽ നിന്നുള്ള ചിന്തയാണ്, ഇതൊരു താരതമ്യ ചിന്തയാണ്, ഇതൊരു നെഗറ്റീവ് കഥ മാത്രമാണ് എന്ന് സ്വയം അതിനെ പേരിട്ട് വിളിക്കുക. എന്തിനാണെന്നറിയോ? ഇങ്ങനെ പേര് നൽകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. കാരണം ഞാൻ പേടിയാണ് എന്ന അവസ്ഥയിൽ നിന്നും എൻ്റെ ഉള്ളിൽ ഒരു ഭയചിന്ത വരുന്നു എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അല്ലെ? ഇതിലൊരു വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഒന്നിൽ നിങ്ങൾ ചിന്തയുടെ അടിമയാണ്, മറ്റൊന്നിൽ നിങ്ങൾ ചിന്തയെ കാണുന്നവനായി മാറും. എൻ്റെ ഉള്ളിലൊരു ഭയചിന്തയുണ്ട് എന്ന് കാണുന്നവനാണ് പറയുന്നത്. ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ചിന്തയിൽ അടിമയാണ്. ഇത് വളരെ കൃത്യമായി നമ്മൾ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്, മാസ്റ്റർ മൈൻഡ് സെറ്റിലൂടെ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോ ഈ വാക്ക്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൃദയത്തിലേക്ക് തട്ടിയെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ആരാണ്? ഞാൻ ചിന്തയെ കാണുന്നവനാണ് എന്ന് ഉറപ്പിച്ചോളൂ. എഴുതി വെച്ചോളൂ, താഴെ ടൈപ്പ് ചെയ്തോളൂ. ഞാൻ ചിന്തയെ കാണുന്ന ആളാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ചിന്തയെ കാണുന്ന ഒരാളാണ്. ഇപ്പൊ പറയും, ഇല്ലല്ലോ, ഞാൻ സൗദാമിനിയാണ്, ഞാൻ സുഭദ്രയാണ്, സുകുമാരിയാണ്, ഞാൻ വിനോദനാണ്, എല്ലാം ആണ്. പക്ഷെ നിങ്ങൾ മറ്റൊന്നുമല്ല, നിങ്ങൾ ചിന്തയെ കാണുന്ന ഒരാളാണെന്ന് ആദ്യം അംഗീകരിക്കുക. തീർന്നില്ല. അപ്പൊ പ്രാക്ടീസ് എന്താന്ന് പറയട്ടെ. ഇപ്പൊ മനസ്സിലായി. അപ്പോ ഈ വിദ്യ നിങ്ങൾ കൂടുതൽ പ്രായോഗികമായി തന്നെ പഠിക്കണം. ഇന്നു മുതൽ ഒരു അനാവശ്യ ചിന്ത വന്നാൽ 4 ഘട്ടങ്ങളിലൂടെ അതിനെ കടത്തിക്കൊണ്ടു പോവുക. ഒന്നാമതായി, ചിന്ത വരുമ്പോൾ അപ്പോൾ നിർത്തുക എന്ന് പറയും, സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പ്രാക്ടീസ് കൊണ്ട് ചെയ്യാവുന്നതാണ്. ചിന്ത വന്ന ഉടനെ അതിന്റെ പിന്നാലെ അങ്ങ് ഓടിക്കളയരുത്. ഒരു നിമിഷം അങ്ങ് നിർത്തുക. ഉടനെ പ്രതികരിക്കരുത്, ഉടനെ പേടിക്കരുത്, ഉടനെ തീരുമാനമെടുക്കരുത്. നിർത്തുക. രണ്ടാമത്തത്, ചിന്തയ്ക്ക് പേര് നൽകുക. നിങ്ങൾ മനസ്സിൽ പറയുക, ഇതൊരു ഭയചിന്തയാണ്, അല്ലെങ്കിൽ ഇതൊരു ആശങ്ക ചിന്തയാണ്. പേര് നൽകുമ്പോൾ ചിന്തയുടെ പിടി കുറയും. മൂന്നാമതായി, നിങ്ങളെ വേർതിരിക്കുക. ചിന്തയിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുക. മനസ്സിൽ ശാന്തമായി പറയുക, ഇതൊരു ചിന്തയാണ്, ഇത് ഞാനല്ല, ഇത് വരും പോകും എന്ന്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് മെഡിറ്റേഷൻ ക്ലാസ്സിൽ, മേഘവും ആകാശവും തമ്മിലുള്ള വ്യത്യാസം എന്താണോ അത് മാത്രം കാണുക. നിങ്ങൾ ആകാശമാണെങ്കിൽ ചിന്തകൾ മേഘങ്ങളാണ് എന്ന്. നാലാമതായി പറയുക, ശ്വാസത്തിലേക്ക് മടങ്ങുക. പഠിച്ചല്ലോ ഒരു ദിവസം നമ്മൾ ശ്വാസത്തെ പറ്റിയിട്ട്. നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഒന്നുകൂടി വീഡിയോ വേണമെങ്കിൽ പോയി യൂട്യൂബിൽ നോക്കുക. 3 തവണ പതുക്കെ ശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പോകുന്നതും ശ്രദ്ധിക്കുക. ശരീരം പതുക്കെ ശാന്തമാവാൻ തുടങ്ങും. അപ്പൊ 4 കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ ധ്യാന രീതികളൊന്നും വേണമെന്നില്ല. പക്ഷെ ഇത് ദിവസേന ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സ് പുതുതായി പഠനം തുടങ്ങും. ചിന്ത വന്നാൽ പേടിക്കേണ്ടതില്ല. ചിന്തയെ കാണുക, പേര് നൽകുക, വിട്ടയക്കുക. കഴിഞ്ഞു പരിപാടികൾ. ലളിതമായിട്ടുള്ള പരിപാടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ദിവസവും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് വെറുതെ പറഞ്ഞു പോകാനും കേട്ടുപോകാനുമുള്ളതല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ദിവസവും നിങ്ങൾ ചെറിയ ചെറിയ പരിശീലനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പക്ഷെ ചിലപ്പോൾ അനാവശ്യ ചിന്തകൾ വർഷങ്ങളായി ശക്തമായ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവാം. ശരിയാണ്, അംഗീകരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാകും.
കാരണം ചിന്തകൾ എന്തുകൊണ്ട് വരുന്നു, അവ എങ്ങനെ തിരിച്ചറിയണം, രാത്രി ഉറക്കത്തിന് മുമ്പ് എങ്ങനെ ശാന്തമാക്കണം, ജീവിതത്തിൽ സ്ഥിരമായ മനഃശാന്തി എങ്ങനെ വളർത്തണം, ഇതെല്ലാം ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ദിവസേനയുള്ള പരിശീലനങ്ങളിലൂടെ 3 നേരം 4 നേരത്തുള്ള പരിശീലനങ്ങളോടെ നമ്മുടെ കോച്ചുമാരും നമ്മളും കൂടിയിരുന്നു കൊണ്ട് നിങ്ങളുടെ ഡിസിപ്ലിൻ സിസ്റ്റത്തെ പ്ലാൻ ചെയ്യുന്നു. ആ പരിശീലനത്തിലൂടെ, വായനയിലൂടെ, എഴുത്തിലൂടെ, ക്രമരഹിതമായ പ്രവർത്തനത്തിലൂടെ നമുക്കത് സാധ്യമാകുന്നു. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണം, ജീവിതത്തിൽ ഉള്ളിൽ നിന്ന് മാറ്റമുണ്ടാവണമെന്ന് തോന്നുന്നുവെങ്കിൽ ആഴത്തിലുള്ള പഠനത്തിന് നിങ്ങൾ തയ്യാറാവുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിനെ വിളിക്കാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ പരിശീലനം വളരെ ലളിതമാണ്. ഇന്ന് ദിവസം മുഴുവൻ ഒരു അനാവശ്യ ചിന്ത വരുമ്പോൾ ഒരു വരി മനസ്സിൽ ഓർക്കുക. അതെങ്ങനെയാണ്? എഴുതി വെച്ചോളൂ. ഏത് അനാവശ്യ ചിന്ത വരുമ്പോഴും നിങ്ങൾ മനസ്സിൽ പറയുക, ഇത് എഴുതുക, ഇതൊരു ചിന്ത മാത്രമാണ്, ഇത് ഞാനല്ല, ഇത് കടന്നു പോകും എന്നുള്ളത്. ഇതൊരു ചിന്ത മാത്രമാണ്, ഇത് ഞാനല്ല, ഇത് കടന്നു പോകുമെന്ന്. ഭാരതീയ തത്വചിന്തയുടെ അടിസ്ഥാനമാണിത്. മനോബുദ്ധ അഹങ്കാര ചിത്താനിനഹം. ഞാൻ മനസ്സുമല്ല, ചിന്തയുമല്ല, ശരീരവുമല്ല, ഞാൻ ബോധം മാത്രമാണ്. ആ ബോധമാണ് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത്. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരാണ് ബോധം എന്ന് പറയുന്നത്. ഇതൊരു ചിന്ത മാത്രമാണ്, ഇത് ഞാനല്ല എന്നുള്ള തീരുമാനം എടുക്കുക. അപ്പൊ ഇത് കുറഞ്ഞത് ദിവസം 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. രാത്രി ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന്റെ പരിശീലനം ഉറപ്പിക്കാനായിട്ട് നമ്മുടെ വീഡിയോന്റെ താഴെ വന്നിട്ട് പറയുക, 5-ാം ദിവസത്തെ പ്രാക്ടീസ് ഞാൻ പൂർത്തിയാക്കി, എല്ലാ ചിന്തകളും സത്യമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ ക്ലാസ് നിങ്ങൾ ഒരിക്കൽ കേട്ട് വിട്ട് കളയേണ്ടതൊന്നല്ല. നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെ പിടിക്കുന്ന ദിവസങ്ങളിൽ വീണ്ടും കേൾക്കാൻ സൂക്ഷിച്ചു വെക്കുക. ചില വീഡിയോകൾ നമ്മളെ പഠിപ്പിക്കാൻ മാത്രമല്ല, നമ്മളെ സംരക്ഷിക്കാൻ കൂടിയുള്ളതാണെന്ന് തിരിച്ചറിയുക. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നിടയിൽ നിങ്ങൾ കണ്ടെന്ന് വരാം, പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറി എന്ന് അർത്ഥമില്ല. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ദിവസവും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ദിവസവും സീരിയസ് ആയി എടുത്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് തയ്യാറാവുക. ലൈവിൽ ക്ലാസ്സിൽ വരുന്നിരിക്കുന്നവർ ലൈവിൽ ക്ലാസ് വന്നിട്ട് കേട്ടിട്ട് പോയാൽ മാത്രം പോരാ, ഇത് പ്രാക്ടീസ് ആയി എടുക്കുക. ഇതിനെ വ്യക്തമായി നിങ്ങൾക്ക് ഇരുത്തി പഠിപ്പിച്ചു തരുന്ന, സമയമെടുത്ത് പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ മെമ്പർഷിപ്പ് ക്ലാസ്സുകൾ. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരാൾക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക, സ്റ്റാറ്റസ് ആക്കി മാറ്റുക. ആൾക്കാർക്ക് ആർക്കും ജീവിതത്തിൽ മാറ്റമുണ്ടാവട്ടെ എന്ന് നിസ്വാർത്ഥമായി ആഗ്രഹിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു പങ്കുവെക്കൽ, ഒരു ഷെയർ ചെയ്യൽ മറ്റൊരാളെ ജീവിതത്തിന് വലിയൊരു മാറ്റത്തിന് തുടക്കമാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ അമിത ചിന്തകളാൽ പേടിക്കുന്ന ഒരാൾക്ക്, ആരോഗ്യഭയത്താൽ കഴിയുന്ന ഒരാൾക്ക്, ബന്ധത്തിലെ ചെറിയ കാര്യങ്ങൾ വലിയ വേദനയായി എടുക്കുന്ന ഒരാൾക്ക്, രാത്രി ചിന്തകളിൽ കുടുങ്ങുന്ന ഒരാൾക്ക്, അവരിൽ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഈ വീഡിയോ അവർക്ക് കൂടി അയച്ചു കൊടുക്കുക. അപ്പൊ 90 ദിവസത്തെ സന്തോഷത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചാനലിൽ തന്നെ തുടരുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള അടുത്ത പടി ഞാനിവിടെ നൽകുന്നുണ്ട്. നാളെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പഠിക്കാം. ഏറ്റവും അനിവാര്യമായ ഒരു വിഷയത്തെ, നമ്മുടെ ജീവിതത്തിലെ നമ്മളെ നിയന്ത്രിക്കുന്ന ഏറ്റവും അനിവാര്യമായ ഒരു വിഷയത്തെക്കുറിച്ച് നാളെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും മനസ്സിനെ അറിയുക, ജീവിതത്തെ ആസ്വദിക്കുക എന്ന്. മാസ്റ്റർ എ മൈൻഡ്, മാസ്റ്റർ എ ലൈഫ് എന്ന ആപ്തവാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഡോക്ടർ ദിനേശ് മോഹൻ സൈനിങ് ഓഫ് ഫ്രം യു. താങ്ക് യു വെരി മച്ച്.